വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനവും മകന് സർക്കാർ ജോലിയും ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും IDTP ഉദ്യോഗസ്ഥർ സരോജിനിയുടെ വീട് സന്ദർശിക്കാത്തതും തുടർ നടപടികൾ നടത്താതിരിക്കുന്നതും കടുത്ത അനാസ്ഥയാണെന്നും 31 വീടുകൾ മാത്രമുള്ള ഉച്ചക്കുളം സെറ്റിൽമെന്റിൽ 100-ലധികം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് ദുരിതപൂർണമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള പല വീടുകളും വാസയോഗ്യമല്ലാത്തതും ചോർന്നൊലിക്കുന്നതാണെന്നും ഇവിടുത്തെ എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും കൃഷിക്കും കൂടി ഉപയോഗിക്കാവുന്ന വിധം 1 ഏക്കർ ഭൂമി നൽകാനും സൗകര്യപ്രദവും സുരക്ഷിതമായ വീടുകൾ നൽകാനും സർക്കാർ തയ്യാറാകണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. ആദിവാസികളുടെ ജീവിത മാനദണ്ഡം ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഉടൻ ഇടപെടണമെന്നും മുത്തേടം പഞ്ചായത്തും ജില്ലാ ഭരണ സംവിധാനങ്ങളും അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് വരണമെന്നും സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും നിസ്സംഗത തുടരുകയാണെങ്കിൽ ആദിവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പാലേരി അറിയിച്ചു. ഇവരുടെ അമ്മ നഷ്ടപ്പെട്ടു പോയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു സഹായധനവും ആശ്വാസധനവും കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ പ്രയാസകരമായ സ്വഭാവത്തിലാണ് ഈ കോളനി ഉള്ളത്. വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. 37ഓളം വീടുകൾ ഇവിടെയുണ്ട്. ആ ഒരു വീട്ടിൽ തന്നെ 1-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഏറെ ദുരിതപൂർവമായ അവസ്ഥയിലാണ് ഇവരുള്ളത്. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളാകുകയാണ്. ഒപ്പം ഇവർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ച ആശ്വാസധനം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, IFTU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മജീദ് ചാലിയാർ, ദാമോദരൻ പനക്കൽ, സെയ്താലി വലമ്പൂർ, ഹമീദ് മൂത്തേടം തുടങ്ങിയവരും റസാഖ് പാലേരിക്കൊപ്പമുണ്ടായിരുന്നു.